കഴിഞ്ഞ ദിവസമാണ് കേരളക്കരയൊന്നാകെ കൈകോർത്ത് മലപ്പുറം ഫറൂഖ് സ്വദേശിയായ അബ്ദുൾ റഹീമിന് വേണ്ടി 34 കോടി ദിയാധനം പിരിച്ചെടുത്തത്. സൗദി സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകനെ പരിചരിക്കലായിരുന്നു റഹീമിന് സൗദിയിൽ ജോലി. തലയ്ക്കു താഴെ ചലനശേഷിയില്ലാത്ത കുട്ടിയുടെ മുഴുവൻ ചുമതലയും റഹീമിനായിരുന്നു. കുട്ടിയെ പുറത്തു കൊണ്ടുപോകുന്നതിനിടെ ട്രാഫിക് നിയമം തെറ്റിക്കാൻ ആവശ്യപ്പെടുകയും അതേ ചൊല്ലിയുള്ള തർക്കത്തിൽ കുട്ടി പലതവണ റഹീമിനെ തുപ്പുകയും ചെയ്തു. തടയാൻ ശ്രമിക്കുന്നതിനിടെ കഴുത്തിൽ ഘടിപ്പിച്ച ട്രക്കിയോസ്റ്റമി ട്യൂബിൽ കൈതട്ടുകയും കുട്ടി മരണപ്പെടുകയുമായിരുന്നു. ഇതോടെ മകനെ മനഃപൂർവ്വം കൊല്ലുകയായിരുന്നു എന്ന വാദവുമായി അറബി കുടുംബം മുന്നോട്ട് വന്നു. തുടർന്ന് പോലീസ് കേസെടുക്കുകയും ശരീഅത്ത് നിയമപ്രകാരം വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. കഴിഞ്ഞ 18 വർഷമായി റഹീം ജയിലിലാണ്. പ്രായമായ ഒരു ഉമ്മ മാത്രമാണ് റഹീമിനുള്ളത്. പലതവണ കീഴ്ക്കോടതിയിലും മേൽക്കോടതിയിലും അപ്പീൽ കൊടുത്തെങ്കിലും കാര്യമുണ്ടായില്ല. ഇതിനിടെയാണ് 34 കോടി രൂപ ദിയാധനം നൽകിയാൽ വെറുതെ വിടാമെന്ന വാദവുമായി കുടുംബം മുന്നോട്ട് വന്നത്. തുടർന്ന് കേരളം ഒറ്റക്കെട്ടായി കുറഞ്ഞ സമയം കൊണ്ട് 34 കോടിയും സമാഹരിക്കുകയായിരുന്നു. കിട്ടിയ തുക ഇനി ഇന്ത്യൻ എംബസി വഴി അറബി കുടുംബത്തിന് കൈമാറുന്നതോടെ നിയമ നടപടികൾക്കു ശേഷം റഹീമിന് നാട്ടിലെത്താം. എന്നാൽ ദയ കാത്തു കഴിയുന്ന മറ്റൊരു മലയാളി യുവതിയെക്കുറിച്ചാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ 4 വർഷമായി യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുകയാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയ. 2017 ജൂലൈ 25-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. യമനിൽ നഴ്സായിരുന്ന നിമിഷപ്രിയ സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ശ്രമിക്കുകയും അതിനായി യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുകയും ചെയ്തു. ക്ലിനിക്ക് ആരംഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞതോടെ തലാലിന്റെ സ്വഭാവം മാറി. നിമിഷയെ നിരന്തരം മർദ്ദിക്കാനും പീഡിപ്പിക്കാനും തുടങ്ങി. ഈ സാഹചര്യത്തിൽ സുഹൃത്തായ ഹനാന്റെ സഹായത്തോടെ നിമിഷപ്രിയ തലാലിന് അനസ്തീഷ്യ നൽകുകയും ഡോസ് കൂടിയതിനാൽ മരണപ്പെടുകയുമായിരുന്നു. ഇതോടെ രണ്ടുപേരും ചേർന്ന് മൃതദേഹം കഷ്ണങ്ങളാക്കി ജലസംഭരണിയിൽ താഴ്ത്തുകയും ചെയ്തു. കൊലപാതകം ഒളിപ്പിക്കുകയും ചെയ്തതോടെ തുടർന്നുള്ള അന്വേഷണത്തിൽ ഇരുവരെയും യമൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഹനാന് ജീവപര്യന്തവും നിമിഷയ്ക്ക് വധശിക്ഷയും വിധിച്ചു. ഇപ്പോൾ റഹീമിനെ രക്ഷിക്കാൻ മുൻകൈയെടുത്തതുപോലെ തന്റെ മകളെയും രക്ഷിക്കണമെന്ന അഭ്യർത്ഥനയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് നിമിഷയുടെ അമ്മ. തന്റെ മകൾ കുറ്റക്കാരിയല്ലെന്നും ചെയ്യാത്ത തെറ്റിനാണ് ശിക്ഷ അനുഭവിക്കുന്നതെന്നും എത്രയും വേഗം തിരികെ കൊണ്ടുവരണമെന്നും അമ്മ പറയുന്നു. പീഡനം സഹിക്കവയ്യാതെ സ്വയം രക്ഷാർത്ഥം കൊലപ്പെടുത്തിയതാണെന്ന നിമിഷയുടെ പരാതിയിൽ ഭർത്താവ് ടോമിയും ശരിവെച്ചിരുന്നു. പലതവണ മർദ്ദിച്ചതിന്റെ പാടുകളും പണം തട്ടിയെടുത്ത കാര്യവും വിവാഹ ഫോട്ടോ മോർഫ് ചെയ്തതിന്റെ തെളിവുകളും തനിക്ക് അയച്ചു തന്നിട്ടുണ്ടെന്നും ടോമി പറഞ്ഞു. ഇവിടെ 2 കേസുകളും 2 തരത്തിലാണ്. റഹീമിന് പറ്റിയത് കയ്യബദ്ധമാണെങ്കിൽ നിമിഷ ചെയ്തത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ വിധിയിൽ ഇളവ് കിട്ടുന്ന കാര്യവും സംശയമാണ്. അബദ്ധത്തിൽ സംഭവിച്ച കാര്യത്തിന് ശരീഅത്ത് നിയമപ്രകാരം ഒരിക്കലും വധശിക്ഷ വിധിക്കില്ല. കുറ്റവാളിയാണെന്ന് 100% തെളിഞ്ഞെങ്കിൽ മാത്രമേ വിധി പ്രസ്താവിക്കുകയുള്ളൂ. അതേസമയം കൊലയാളിക്ക് ജയിൽ ശിക്ഷ ഉറപ്പുമാണ്. എന്നാൽ വധശിക്ഷ നൽകുന്ന കാര്യത്തിൽ നഷ്ടപരിഹാരം സ്വീകരിക്കാൻ ബന്ധുക്കൾ തയ്യാറാണെങ്കിൽ കുറഞ്ഞ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം വെറുതെ വിടുകയും ചെയ്യും. നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒട്ടേറെ പ്രതിസന്ധികളുണ്ട്. റഹീമിൻ്റേതുപോലെ ദിയാധനം ആവശ്യപ്പെട്ട് തലാലിന്റെ കുടുംബം ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. മാത്രമല്ല യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് തലാലിന്റെ കുടുംബം താമസിക്കുന്നത്. ഇതൊരു ഔദ്യോഗിക ഭരണ സംവിധാനത്തിന് കീഴിലല്ലാത്ത പ്രദേശമായതിനാൽ അവിടെ എത്തിപ്പെടാനും ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തുന്നതിനും പ്രയാസമുണ്ട്. പലതവണ അപ്പീൽ നൽകിയെങ്കിലും തലാലിന്റെ കുടുംബവും നാട്ടുകാരും പ്രതിഷേധവുമായി മുന്നോട്ട് വരികയായിരുന്നു. എത്രയും വേഗം വധശിക്ഷ നടപ്പാക്കണമെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം. കൂടാതെ നിലവിൽ യമനിൽ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നുമില്ല. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധവും ഇവിടെ വെല്ലുവിളിയാവുകയാണ്. അതിനിടെയാണ് സംഭവത്തിന്റെ വസ്തുതകൾ മനസ്സിലാക്കാതെ വർഗീയവൽക്കരിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നത്. നിമിഷപ്രിയ അമുസ്ലിം ആയതുകൊണ്ട് ആരും ഇടപെടാത്തതെന്നാണ് ഇക്കൂട്ടരുടെ വാദം. മോചനം ആവശ്യപ്പെട്ട് നിമിഷയുടെ മകളും കൂടി രംഗത്ത് വന്നതോടെ MA യൂസഫ് അലിയും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. തിരികെ കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേസിന്റെ വിവിധ വശങ്ങൾ പരിശോധിച്ച് നിജസ്ഥിതി അറിഞ്ഞ ശേഷം മാത്രം ഇടപെടാമെന്നാണ് റഹീമിന്റെ മോചനത്തിനായി മുന്നിട്ടിറങ്ങിയ ബോബി ചെമ്മണ്ണൂരും പറയുന്നത്. എന്തായാലും റഹീമിനെ പോലെ നിമിഷയ്ക്കും ജയിൽ മോചിതയായി നാട്ടിൽ തിരിച്ചെത്താനാവട്ടെ.